കഥയുടെ രാസവിദ്യ എന്നാണ് ഈ സെഷൻ്റെ തലക്കെട്ട്. എം ടി വാസുദേവൻ നായർ, അന്തരിച്ച എം ടി വാസുദേവൻ നായർ 1963 കാതികൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞ് ഒരു വർക്ക്ഷോപ്പ് പുസ്തകം ഷോർട്ട് സ്റ്റോറിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചെറുകഥയും നോവലുമായിട്ടുള്ള വ്യത്യാസം വളരെ ചെറുതായിട്ട് പക്ഷെ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഒരു നോവലാണെങ്കിൽ അതിൽ ദുർബലമായ സീക്വൻസുകൾ കടന്ന് കയറിയാലും തെറ്റില്ല. പക്ഷെ ചെറുകഥയിൽ ഒരു സെൻറ്റൻസ് പോലും ദുർബലമാകാൻ പാടില്ല എന്നാണ്. മലയാള ചെറുകഥയുടെ വളർച്ചയില്ല. ചെറുകഥാ വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നൊരു എഴുത്തുകാരനാണ് ശ്രീ ഹരീഷ്. ഹരീഷിൻ്റെ ആദ്യത്തെ കഥ മുതൽ മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ആദ്യത്തെ കഥ മുതൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹരീഷ് ആ വാഗ്ദാനം പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഹരീഷിൻ്റെ കൂടെ ഈ സെഷൻ ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. ഇവിടെ ഇരിക്കുന്നവരിൽ എന്നേക്കാൾ പ്രായം ചെന്നവരുണ്ട്, എൻ്റെ പ്രായക്കാരുണ്ട്, എന്നേക്കാൾ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് വേണ്ടി ഒരു കാര്യം പറയും. നേരത്തെ നിയമസഭാ പുസ്തകങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ. പ്രധാനമായിട്ടും ഭീമച്ചനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വെക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം മാത്രം, അത് നിയമസഭാ പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എൻ്റെ കൗമാരകാലത്ത്, അത് ഒരു 89-90 സമയം, കൗമാരത്തോട്ട് കയറുന്ന സമയം, അത് ലോകം കീഴ്മേൽ മറിയുന്ന ഒരു സമയമായിരുന്നു. അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, രാമജന്മഭൂമി പ്രശ്നം വരുന്നു, പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യ ശ്രീലങ്കയിൽ ഇടപെടുന്നു, രാജീവ് ഗാന്ധി മരിക്കുന്നു, നമ്മുടെ ദൂരദർശൻ വലുതായി ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സംഭവബഹുലമായ സമയം. ടിയാനമൻ സ്ക്വയർ പോലുള്ള സംഭവം നടക്കുന്നു, സോവിയറ്റ് ബ്ലോക്ക് തകർന്നടിഞ്ഞ് നമ്മുടെ മുന്നിൽ വീഴുന്നു. ഇങ്ങനെ വലിയ സംഭവങ്ങൾ നടന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൺമുന്നിൽ കൂടി അത് നടന്നുപോയി, ആ കാര്യങ്ങൾ നടക്കുകയാണ്. ആ സമയം ഈ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ തകർച്ചയെക്കുറിച്ച് നിരന്തരം ലേഖനങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു, ചർച്ച നടക്കുമായിരുന്നു. അതിൽ EMS ലേഖനം എഴുതുന്നത് തകർന്നിട്ടില്ല എന്ന് പറഞ്ഞ് EMS ലേഖനം എഴുതും. CH തമ്മനൻ അല്ല ഏതാണ്ട് തകർന്നു, അന്ന് അത്ര ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതും. K വേണു തകർന്നു എന്നൊക്കെ പറഞ്ഞ് K വേണു എഴുതും. ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അധികം താമസിയാതെ തന്നെ ആ പ്രശ്നങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. സമകാലിക സംഭവങ്ങൾ എടുത്ത് ഒരുപാട് പേര് കഥ എഴുതാറുണ്ട്, ധാരാളം പേര് എഴുതാറുണ്ട്. പക്ഷേ NS മാധവൻ സാറിന് അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങളുടെ മുന്നിൽ നടന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ച് മനോഹരമായ കഥകൾ എഴുതുകയും അതേസമയം തന്നെ കഥയുടെ സ്വഭാവത്തെ അദ്ദേഹം അട്ടിമറിക്കുകയും ചെയ്തു. കഥയുടെ ഘടനയെ മാറ്റി, കഥ പറയുന്ന രീതിയെ മാറ്റി, ഭാഷയെ മാറ്റി. ഇത് രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്നത് അപൂർവമായൊരു കാര്യമായിട്ട് ഞങ്ങളുടെ തലമുറയ്ക്ക് തോന്നിയിട്ടുണ്ട്. അത് ഏറ്റവും പുതിയ തലമുറയ്ക്ക് വേണ്ടി പറയുകയാണ്. അത്രയും വേറൊരാളും ഞങ്ങളെ തോന്നിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് നേരിട്ട് ഭീമച്ചനിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഭീമച്ചൻ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്തെ വായിച്ചതാണ്, 2 ലക്കമായി പ്രസിദ്ധീകരിച്ചപ്പോൾ വായിച്ചതാണ്. ഇപ്പോൾ പുസ്തകമാക്കി ഇപ്പോൾ ഒന്നുകൂടി വായിച്ചു. ഞാൻ വേമ്പനാട്ടുകാലിൻ്റെ വേറൊരു സൈഡിൽ കുറച്ചങ്ങ് മാറി നോർത്ത് കുട്ടനാട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം മുതലക്കഥകൾ ഉണ്ടായിരുന്നതായി മുൻ തലമുറ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുമരകത്ത്, തിരുവാർപ്പിൽ കേട്ടിട്ടുണ്ട്. അത് ചിലത് ഞാൻ എൻ്റെ നോവൽ ഉപയോഗിച്ചിട്ടുണ്ട്, ചില കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് രസമുള്ള കഥകളുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അവൻ്റെ മുത്തച്ഛന് സ്വന്തമായിട്ടൊരു മുതല ഉണ്ടായിരുന്നു പറയുന്നത്. സ്വന്തമായിട്ടൊരു മുതല ഉണ്ടായിരുന്നു. പുള്ളി വാടാന്ന് പറഞ്ഞാൽ അവൻ കയറി വരും, പോടാന്ന് പറഞ്ഞാൽ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ മരത്തെ കയറുന്ന മുതലയെക്കുറിച്ചുള്ള കഥകൾ. പൂവരശ് എന്ന് പറഞ്ഞ മരമുണ്ട്, ഇതിങ്ങനെ ചാഞ്ഞു നിൽക്കും, അതിൽ കയറി ഇവൻ കിടക്കും, അതാണ് മരത്തെ കയറുന്ന മുതല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു 100-150 വർഷം മുമ്പ് അല്ലെങ്കിൽ വളരെ സജീവ സാന്നിധ്യമായ ഒരു ജീവിയായിരുന്നു മുതല. മുതലയെക്കുറിച്ചാണ് ഭീമച്ചൻ എന്ന കഥ എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. അത്തരം കഥകൾ സാറ് കൊച്ചിയുടെ ആ ഭാഗത്ത് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത് കേട്ടിട്ടുണ്ടോ?
അതൊന്ന്. പിന്നെ രണ്ടാമത്, ശങ്കരാചാര്യരുടെ കാലത്തോളം പഴക്കമുണ്ട് പെരിയാറ്റിലെ മുതലകളുടെ കഥയ്ക്ക്. ശങ്കരാചാര്യരുടെ കാലം മുതൽ പഴക്കമുണ്ട്. ഈ ജീവികൾ എവിടെ പോയി? ഇതാരാണ് ഇതിനെ കൊന്നു തീർത്തത്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നശിച്ചത്? എന്താണ് സാറിൻ്റെ ഒരു പറച്ചിൽ? ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് ഈ ഭീമച്ചൻ എന്ന കഥയ്ക്കൊരു വാർപ്പ് രൂപമുണ്ട്. അത് മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച, രണ്ടാമതായി പ്രസിദ്ധീകരിച്ച ഒരു മുതല നായാട്ട് എന്ന കഥയിൽ കാലം 20-ാം നൂറ്റാണ്ട് തുടക്കം, ദേശം എറണാകുളം, അതിൻ്റെ സ്ഥലം കൊച്ചിക്കായൽ, ഇതെല്ലാം സ്വീകരിച്ച് അതിൻ്റെ കഥാപാത്രങ്ങളെ മാറ്റി എഴുതിയതാണ് ഭീമച്ചൻ. അപ്പോൾ ഹരീഷിൻ്റെ മീശയിലൊരു മുതലുണ്ടല്ലേ. അപ്പോൾ അതിലൊരു എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, കുറച്ച് കാലമായി വായിച്ചിട്ട്, ഈ മുതലയായിട്ടുള്ള ബന്ധം ഒരു വേട്ടക്കാരനും വേട്ടമൃഗവും എന്നുള്ള ബന്ധമായിരുന്നു. ഇത് തന്നെയായിരുന്നു മുതല നായാട്ടിലെയും പ്രമേയം. കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് താമസിക്കുന്ന കുറച്ച് സവർണ നായാട്ടുകാർ. അപ്പോൾ അന്നത്തെ കാലത്ത് BMW അല്ലെങ്കിൽ മെഴ്സിഡീസ് കാറൊക്കെ പോലെ വലിയൊരു സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു തോക്ക്. ഈ തോക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളവരും പിന്നെ കൊച്ചിയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമേ തോക്ക്, പ്രൈവറ്റായിട്ട് തോക്ക് വീട്ടിലുണ്ടായിരുന്നു. ഈ തോക്കുണ്ടായിരുന്ന കുറച്ച് സവർണ നായാട്ടുകാർ, അതിലൊരാൾ തന്നെയാണ് ഈ കഥ എഴുതിയത്, CS ഗോപാലപ്പണിക്കർ. ഇങ്ങനൊരു മുതല നായാട്ടിന് പോവുകയാണ്. ഇതിൽ മുതലയുടെ യാതൊരു തെറ്റുമില്ല, അതിനൊരു വേട്ടമൃഗമായിട്ട് കാണുകയാണ്. പക്ഷേ ഈ ഭീമച്ചൻ ശരിയായിട്ട് ബാധിച്ചത്, ഇത് ഈ പേരിലൊരു മുതല കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് അന്നത്തെ റെക്കോർഡുകളിൽ നിന്ന് മനസ്സിലായി. ഭീമച്ചൻ ശരിയായിട്ട് ബാധിച്ചത് കൊച്ചി കായലിൽ മീൻ പിടിച്ച് ജീവിച്ചിരുന്ന മുക്കുവർക്ക് അവരുടെ ജീവനോപായം ഭീമച്ചൻ ഇല്ലാതാക്കി. അപ്പം അതുകൊണ്ട് കൊച്ചിയെ, എറണാകുളത്തുനിന്ന് കഥ, എറണാകുളത്തിൻ്റെ ഓരങ്ങളിൽ, ഇപ്പം പോഞ്ഞിക്കര റാഫിയുടെ നോവലും മറ്റും വായിക്കുകയാണെങ്കിൽ അന്ന് വടുതല തൊട്ട് തേവര വരെ കായൽ തീരം മുഴുവൻ മുക്കുവ കുടുംബങ്ങളായിരുന്നു. ഈ മുക്കുവ കുടുംബങ്ങൾ ഒരു 16-17 നൂറ്റാണ്ട് വരെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കടന്നവരാണ്. അന്നത്തെ സമൂഹ വ്യവസ്ഥിതി അനുസരിച്ച് ഇവർക്ക് 3 അടിയിൽ കൂടുതൽ പൊക്കമുള്ള വീട് പോലും വയ്ക്കാൻ പറ്റിയിരുന്നില്ല. വീടിൻ്റെ അകത്ത് കുഴി കുഴിച്ച് അതിലേക്കാണ് ഇറങ്ങിപ്പോയിരുന്നത്. കുപ്പമാടങ്ങൾ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഇതിനൊരു മാറ്റം വന്ന് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും കൊച്ചിയിലും നടന്ന വലിയ മതപരിവർത്തനമാണ്. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ആ കൊച്ചിക്കായലിൻ്റെ അടുത്തുള്ള എല്ലാവരും സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് നാം ഇപ്പോൾ വിളിക്കുന്ന ഗോവയിലെ ദിവ്യനാണ് ഏതാണ്ട് 10 ലക്ഷം ആൾക്കാരെ മതം മാറ്റി എന്നുള്ളതാണ്. അതിന് അന്നത്തെ രാജാവ് എന്തോ കാരണം കൊണ്ട്, കൊച്ചി അന്നൊരു ഹിന്ദു രാജ്യമായിരുന്നു, പ്രഖ്യാപിത ഹിന്ദു രാജ്യമായിരുന്നു. ബീഫ് അവിടെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ വാസ്കോഡഗാമ വന്നിറങ്ങിയപ്പോൾ ആദ്യം വാസ്കോഡഗാമയല്ല, അതിന് ശേഷം വന്ന ആൾ കബ്രാൾ വന്നിറങ്ങിയപ്പോൾ ആദ്യം കൊച്ചി രാജാവ് പറഞ്ഞത് ബീഫ് കഴിക്കരുത്, ഗോമാംസം കഴിക്കരുതെന്നാണ്. അങ്ങനെയുള്ള ഒരു യാഥാസ്ഥിക ഹിന്ദു രാജാവ് ഇഷ്ടം പോലെ പോർച്ചുഗീസുകാർക്ക് അല്ലെങ്കിൽ പോർച്ചുഗീസ് മിഷണറിമാർക്ക് മതപരിവർത്തനത്തിനുള്ള അവസരം നൽകിയുള്ള ഒരുപക്ഷെ കാരണം പോർച്ചുഗീസ് ഭരണകൂടത്തിനോടുള്ള രാജാവിൻ്റെ വിധേയത്വമാണ്. അല്ലെങ്കിൽ നല്ല മനസ്സായിരിക്കും, ഈ വ്യവസ്ഥിതിക്കകത്ത് കിടന്ന് നരയിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു ജീവിതം കിട്ടട്ടെ. ഇന്നിപ്പോൾ എറണാകുളത്തുള്ളവർ അവരുടെ 8-ാമത്തെയോ 9-ാമത്തെയോ തലമുറയാണ് ഈ പരിപൂർണമായിട്ട് അവർ സാമൂഹ്യമായിട്ട് മൊബിലിറ്റി,
അവർക്ക് മുന്നോട്ട് നീങ്ങാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിലെ ക്രിസ്തീയ ഭാഗം വരുന്നത്. മീൻ പിടിക്കുന്ന ആൾക്കാർ മിക്കവാറും ക്രിസ്ത്യാനികളായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ മറ്റൊരു ഉപജാതി. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെ അന്നത്തെ അല്ലെങ്കിൽ 1950 വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു കസ്റ്റമനുസരിച്ച് എല്ലാ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോഴും അവരുടെ ജാതി പറയും. ഇന്നാളാണ് ചോഞ്ചെറുക്കൻ, അല്ലെങ്കിൽ ഇന്നാണ് നായർ. ഇത് കേരളത്തിലെ ഇപ്പം അടുത്ത കാലത്താണ് ഇത് മാറിയത്. നമുക്ക് ഊഹിക്കേണ്ടിയൊക്കെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. പണ്ട് ഇത് വളരെ നഗ്നമായിട്ട് ഈ കാര്യം നടന്നിരുന്നു. അപ്പോൾ ഇതാണ് ഈ കഥയുടെ പശ്ചാത്തലം. ഇതിൻ്റെ ടെംപ്ലേറ്റ് CS ഗോപാലപ്പണിക്കരുടെ ചെറുകഥയാണ്. പക്ഷെ അതിൻ്റെ ആത്മാവ് ഒരു പക്ഷേ കൊച്ചിയും കൊച്ചിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് 1910 വരെയുള്ള കാലമാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം വരുന്ന. അതിനുശേഷം കൊച്ചി വളരെയധികം മാറി. തികച്ചും ഒരു ഗ്രാമീണ, ഒരു മുക്കുവ വില്ലേജായിരുന്ന, ഗ്രാമമായിരുന്ന എറണാകുളത്തെക്കുറിച്ചാണ്. അതിൽ കുറച്ച് എറണാകുളം ശിവക്ഷേത്രത്തിനോട് ചുറ്റുപറ്റിയുള്ള കുറച്ച് നാഗരിക ഭാഗങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ തികച്ചും ഗ്രാമീണമായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഈ കഥ എഴുതിയത്. ഇപ്പം എറണാകുളത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എറണാകുളം മേനക, മഹാരാജാസ്, ആ പരിസരങ്ങൾ, ശിവക്ഷേത്രം, ആ പരിസരമാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം. ഇതിനകത്ത് ഭീമച്ചൻ വായിച്ചപ്പോൾ അതിലെ ഒരു പ്രയോഗത്തിൽ തടഞ്ഞ് ഞാൻ പെട്ടെന്ന് നിന്നുപോയി കുറച്ച് നേരം. അതായത് കാറ്റിൽ പാറുന്ന കുടുംബങ്ങളുമായി മഹാരാജാസ് സ്കൂളെയാണ്. മഹാരാജാസ് സ്കൂളിലെ കുട്ടികൾ ആശുപത്രിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ചിത്രമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ചിത്രം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ഒന്ന് ഇങ്ങനെ തടഞ്ഞു നിന്നു. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ എനിക്ക് തോന്നിയത് ഇന്ദുലേഖ വായിച്ചപ്പോൾ, ഇന്ദുലേഖയിൽ ചന്തുമനൻ ഒരു സമയത്ത് പറയുന്നുണ്ട്, മാധവൻ ലോൺ ടെന്നീസ് കളിക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പം കുടുംബം വെച്ച ഒരു ലോൺ ടെന്നീസ് കളിക്കാരനെ നമ്മളന്ന് ആലോചിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത് വായിച്ചപ്പോൾ മഹാരാജാസിലെ കുട്ടികൾ കുടുംബം വെച്ച് ഓടുന്നത് കാണുമ്പോൾ ഈ പഴയ എറണാകുളത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഹജൂർ കച്ചേരിയിൽ നിന്ന് ദിവാൻ കൈ പൊക്കി കാണിക്കുന്ന അത്ര ഉള്ള എറണാകുളം ഇന്ന് കാണുന്ന എറണാകുളമേ അല്ല അന്നത്തെ എറണാകുളം. സാർ അവിടെ ജീവിച്ച ആളാണ്, ചെറുപ്പത്തിൽ ജീവിച്ച ആളാണ്. ഇത് അതിന് മുമ്പത്തെ കാലത്ത്, ഒരുപാട് കാലം മുമ്പത്തെ എറണാകുളമാണ്. സാർ ജീവിച്ച കാലത്തെ എറണാകുളത്തെക്കുറിച്ച് ഒന്ന് ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് 1950കളിൽ എറണാകുളം ഒരു കൊച്ചു പട്ടണമായിരുന്നു. കൊച്ചു പട്ടണമായിരുന്നു എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു, ഇപ്പോൾ വലിയൊരു ആഘോഷം, വീട്ടിലൊരു കല്യാണമോ മറ്റോ നടക്കുകയാണെങ്കിൽ ചരക്കെടുക്കാൻ പോയിരുന്നത് തൃശ്ശൂരാണ്. കാരണം തൃശ്ശൂരാണ് സ്വർണ്ണ വ്യാപാരികളും ഈ തുണിക്കച്ചവടക്കാരും സാരിക്കാരും ഒക്കെ. എറണാകുളം വളരെ തൃശ്ശൂരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു പട്ടണമാണ്. അതിന് ചരിത്രപരമായിട്ടൊരു കാരണമുണ്ട്. അതായത് കൊച്ചിക്ക് സ്ഥിരമായിട്ടൊരു തലസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം മാറിയിട്ട് ഏതാണ്ട് അതിന് ശേഷം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. കൊച്ചിക്ക് അങ്ങനെയല്ല. ആദ്യം മലബാറിൽ എവിടെയായിരുന്നു കൊച്ചിയുടെ തലസ്ഥാനം? വന്നേരി എന്നുള്ള സ്ഥലത്തായിരുന്നു, മലപ്പുറം ജില്ലയിൽ. അവിടുന്ന് സാമൂതിരിയായിട്ട് യുദ്ധത്തിൽ തോറ്റതിന് ശേഷം ഫോർട്ട് കൊച്ചിയിൽ വരുന്നു. ഫോർട്ട് കൊച്ചി കാലത്താണ് ഡച്ച് പോർച്ചുഗീസ് കാലം. അതിനുശേഷം തൃശ്ശൂരിൽ പോകുന്നു. തൃശ്ശൂരിൽ വളരെ നീണ്ട കാലം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ പോകുന്നു. തൃപ്പൂണിത്തുറയിലും കുറച്ച് കാലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് വരുന്നത്. എറണാകുളത്ത് ആ സെക്രട്ടേറിയറ്റ് ബിൽഡിങ് തുടങ്ങിയ ഒരു 8-10 മഹാരാജാസ് കോളേജ് തുടങ്ങിയ ഒരു 8-10 ബിൽഡിങ്ങുകൾ ഒഴിച്ചാൽ ബാക്കി സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു ബിൽഡിങ്ങും ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കവടിയാറ് തൊട്ട് മ്യൂസിയം വരെ 2 ഭാഗത്തും കാണാവുന്ന സർക്കാർ ബിൽഡിങ്ങാണ്. ഇതിനെവിടെയാണ് മാറ്റം വന്നു വെച്ചാൽ, ആദ്യത്തെ മാറ്റം വന്ന് 1930കളിൽ പോർട്ട് വന്നു എന്നുള്ളതാണ്. കൊച്ചി തുറമുഖം വന്നു എന്നുള്ളതാണ്. ഈ പോർട്ട് സ്ഥാപിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറാണ്. റോബർട്ട് ബ്രിസ്റ്റോൻ്റെ ആത്മകഥയുടെ
ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഓൾ ഗ്രേറ്റ് സിവിലൈസേഷൻ സ്റ്റാർട്ട് ഫ്രം പോർട്സ്. എല്ലാ മഹത്തായ സംസ്കാരങ്ങളും തുറമുഖങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടുന്നാണ് എറണാകുളത്തേക്കുള്ള വളർച്ചയുടെ തുടക്കം. രണ്ടാമത്തെ തുടക്കം എന്താണെന്ന് വെച്ചാൽ തീവണ്ടി വന്നു. തീവണ്ടി അന്ന് ബ്രിട്ടീഷ് മലബാറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് ഒരു തീവണ്ടി പാത അന്നത്തെ രാജാവ് 1905 മുമ്പ് രാജാവ് നിർമ്മിച്ചു. ഇതും വലിയൊരു വിപ്ലവമായിരുന്നു. ഈ തീവണ്ടി പാതയെ പോർട്ടുമായിട്ട് ഘടിപ്പിച്ചു. ഇങ്ങനെ അനസ്യൂതമായിട്ട് വളർന്ന എറണാകുളത്തെ അവസാനത്തെ വലിയ കുതിപ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഈ 20-ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടായി. അത് കേരളത്തിൻ്റെ ലോകത്തിലേക്കുള്ള ഗേറ്റ് വേ എറണാകുളം എന്നുള്ള സ്ഥിതിയായി. ഇതാണ് എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ 1972-73 തൊട്ട് ലീവിൽ മാത്രം വരുന്നൊരു സ്ഥലമായിരുന്നു. കൊല്ലത്തിൽ 10-15 ദിവസം. അപ്പോൾ ഇങ്ങനെ ഒരു 80 വരെ ഒരു ഉറങ്ങിക്കിടക്കുന്ന പട്ടണമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഓണക്കാലത്ത് വരുമ്പോഴാണ് വലിയ ആക്ടിവിറ്റീസ് എറണാകുളത്ത് കണ്ടത്. അതിന് ശേഷം റോട്ടിൽ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ് എറണാകുളത്തിലുണ്ടായത്. ഇതിൻ്റെ ക്രൈസ്തവ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞ ഈ കഥയുടെ ഇതിനകത്ത് വേറെയും കഥകളുണ്ട്. അതിനുള്ള ചോദ്യത്തിലേക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് വരാം. ഈ ക്രൈസ്തവ പശ്ചാത്തലം തീർച്ചയായിട്ടും ഈ കഥ വായിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥലം എന്നെ ഓർമ്മിപ്പിച്ചത് ലണ്ടൻ ബത്തേരിയുടെ സ്ഥലമാണ് ഓർമ്മിപ്പിച്ചത്. ലണ്ടൻ ബത്തേരി സാറ് സങ്കല്പിച്ചത് ആ കൊച്ചിക്കാലിൻ്റെ നടുക്കുള്ള ലണ്ടൻ ബത്തേരി എന്ന് പറയുന്ന നോവലിൻ്റെ മുൻപിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്തിൻ്റെ മാപ്പ്. അത് ലണ്ടൻ ബത്തേരി സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്ഥലം പോലെ തന്നെയാണ് ഭീമച്ചൻ്റെ സ്ഥലം എനിക്ക് തോന്നിയത്. അങ്ങനെയാണല്ലോ. അപ്പോൾ രസം അതല്ല, എനിക്ക് അന്ന് ഈ ലണ്ടൻ ബത്തേരി വന്ന സമയത്ത് അന്ന് ബോണി തോമസിൻ്റെ വരകളാണ് കൂടെ ഉണ്ടായിരുന്നു. അന്ന് കലാകൗമുദി നമ്മൾ കാത്തിരുന്ന് വായിച്ച നോവലാണ് ഇത്. അത് മുഴുവൻ തന്നെ ഞാൻ സീരിയലൈസ് ചെയ്ത് വായിച്ചതാണ്. ബോണി തോമസിൻ്റെ വര അന്ന് എനിക്ക് പിൽക്കാലത്ത് എനിക്ക് തോന്നിയത് മറിയോ മിറാണ്ടയുടെ വരയില്ലേ, നമ്മുടെ ഗോവൻ വര, ഗോവക്കാരൻ മറിയോ മിറാണ്ടയുടെ വരയൊക്കെയാണ് തോന്നിയത്. ശരിക്കും ആ ലണ്ടൻ ബത്തേരിയുടെ സ്ഥലം തന്നെയല്ലേ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്? ആ സ്ഥലം തന്നെയല്ലേ, ആ ഒരു ഇത് തന്നെയല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ? പിന്നെ ആ നോവലിനെ കുറിച്ച് ചോദിച്ചാൽ, ആ നോവലെഴുത്ത് മുമ്പ് ചെറുകഥയും നോവലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ആ നോവലെഴുത്ത് സാറിന് ഒരു ശ്രമകരമായ ജോലിയായിരുന്നോ, അതോ സാർ ജീവിച്ച സ്ഥലം, സാറിന് അറിയാവുന്ന സ്ഥലം, അതുകൊണ്ട് വളരെ അനായാസമായിരുന്നോ? ഒന്ന് പറയാമോ? ഭീമച്ചനും ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയോടായിട്ടുള്ള പ്രധാന വ്യത്യാസം ഭൂമിശാസ്ത്രമാണ്. കാരണം ലണ്ടൻ ബത്തേരിയുടെ ലുത്തിനിയകൾ കടൽ തീരത്താണ് നടന്നത്, കടൽ തീരത്തുള്ള ദ്വീപുകളിലാണ്. ഇത് നടക്കുന്ന മെയിൻലാൻഡ് എന്ന് അവിടെ ലണ്ടൻ ബത്തേരിയിൽ ഉപയോഗിക്കുന്ന മെയിൻലാൻഡ് എറണാകുളത്താണ്. ഇതാണ് ഒരു പ്രധാന വ്യത്യാസം. പക്ഷെ ജനത ഏതാണ്ട് ഒരുപോലെയായിരുന്നു. മിക്കവാറും ക്രൈസ്തവർ. ഇപ്പം എറണാകുളത്ത് എല്ലാവർക്കും അറിയാം, എറണാകുളത്തെ ഏത് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയും മിക്കവാറും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് ഇത് ലത്തീൻ ക്രിസ്ത്യാനികളാണ്. ഏതാണ്ട് 60% പോപ്പുലേഷൻ ലത്തീൻ ക്രിസ്ത്യാനികളാണ്. അവിടുത്തെ ബിഷപ്പ് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. അപ്പോൾ ജനങ്ങൾ ഏതാണ്ട് അതുപോലെയാണ്. പിന്നെ ഈ ഭാഷ വളരെ കാലം ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ഉപയോഗിച്ച ഭാഷ ഇതായിരുന്നു. ഈ ഭാഷ കണ്ടെത്താൻ പ്രയാസപ്പെട്ടു. കാരണം വളരെ കാലം ഈ ഭാഷ വളരെയധികം കളിയാക്കപ്പെട്ട ഭാഷയാണ്. ഈ ഭാഷ സംസാരിക്കാത്തവരും ഈ ഭാഷ സംസാരിക്കുന്നവരെ വളരെ ചെറുതാക്കി കാണുന്നതുമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഷ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാവരും സംസാരിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ട് 70-80കളായപ്പോൾ ഇതിന് ഒരു അപകർഷതാബോധം ഈ ഭാഷ സംസാരിക്കുന്നതിലുണ്ടായിരുന്നു. അത് കാരണം ഇതിൻ്റെ പല ഭാഷകൾ, പല വളരെ പ്രധാനപ്പെട്ട പല വാക്കുകൾ ഈ ഭാഷയിലുണ്ട്. കാരണം ഭാഷയിലേക്ക് ഡച്ച് പദങ്ങളും അല്ലെങ്കിൽ പോർച്ചുഗീസ് പദങ്ങളും എല്ലാം പ്രവേശിക്കുന്നത് തീരപ്രദേശത്തു കൂടിയാണ്, തീരപ്രദേശത്തിലെ ഭാഷയോടെയാണ്. അപ്പോൾ
1950 വരെ കൊച്ചിയിൽ ഉരുളക്കിഴങ്ങിനെ പറഞ്ഞിരുന്ന ആലുഗട്ട എന്നുള്ളതാണ്. ആലുഗട്ട വേണുവിനെ പറയാം, അത് ഡച്ച് ഒറിജിൻ വാക്കാണ്. ശ്രീ വേണു നെതർലൻഡ്സിലെ അംബാസിഡറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡച്ച് ഭാഷയെന്നും ഇതെല്ലാം വളരെ പെട്ടെന്ന് സ്വീകരിച്ച് പിന്നെ ഇവരുടെ സംസാരത്തിൻ്റെ താളത്തിൽ വല്ലാത്ത അപകർഷതാബോധം വന്ന് എല്ലാവരും സംസ്കൃതം സംസാരിക്കാൻ തുടങ്ങി. സംസ്കൃതം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യേശുദാസ് യേശുദാസ് അവിടുത്തുകാരനാണ്, തനി കൊച്ചിക്കാരനാണ്. യേശുദാസ് സംസാരിക്കുന്ന കേട്ടാൽ മതി, അതുപോലെ അതേ ശൈലിയിൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ഭാഷയെ പിന്നെ വീണ്ടെടുത്തത് 21ാം നൂറ്റാണ്ടിൽ വന്ന പല സിനിമകളും, ഈ കൊച്ചിൻ കമ്മട്ടിപ്പാടം തുടങ്ങി പല പടങ്ങളും കൊച്ചി അടിസ്ഥാനപ്പെടുത്തിയുള്ള പടങ്ങൾ വന്നപ്പോൾ ഈ ഭാഷയ്ക്ക് ഒരു സബാൾട്ടേൺ ഗ്ലാമർ കൈവന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പ്രയാസമില്ല. ഇതാണ് ഈ ഭാഷയുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടെത്താൻ എനിക്ക് വളരെ പ്രയാസപ്പെട്ടു. അന്നത്തെ ആകെ ഉണ്ടായിരുന്ന, അതായത് വൃദ്ധന്മാരോട് സംസാരിക്കുന്നു ഈ, അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച അന്നൊരു സാധനം ഉണ്ടായിരുന്നു, റെക്കോർഡർ എന്ന് പറഞ്ഞൊരു സാധനം, ചെറിയ കാസറ്റ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഇവരുടെ സംസാരം ഞാൻ കുറേ റെക്കോർഡ് ചെയ്തിട്ട് അത് റീപ്ലേ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഭാഷ, ഇവർ സംസാരിച്ചിരുന്ന ഭാഷ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചും അല്ലാതെ സാറിൻ്റെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ചും ചോദിക്കാൻ എൻ്റെ കയ്യിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്, ഒരുപാട് അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിമർശനം കൂടാതെ ഒരുപാട് മനോഹരമായ കഥകളുണ്ട്. ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മഞ്ഞപ്പതിരടി, അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓർമ്മയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിനകത്ത് നമുക്ക് സംസാരിക്കാനുണ്ട്. ഈ അരമണിക്കൂർ വളരെ പരിമിതമാണ്, 5 മിനിറ്റ് കൂടെ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചുരുക്കി ചോദിക്കാവുന്നതാണ്. സർ, പുതിയ എഴുത്തുകാരെ അങ്ങ് എത്രത്തോളം വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്? ഹരീഷ് സാറിനോട് ചോദിക്കാനുള്ളത്, എഴുത്തിനെ ഭയമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാലത്താണോ? രണ്ടുപേരോട് ചോദ്യമുണ്ട്. അതായത് അങ്ങയുടെ ഒരു പുസ്തകത്തിന് നേരെ ഉണ്ടായത്, ഇപ്പം വാളെടുക്കുന്നവനൊക്കെ സോഷ്യൽ മീഡിയയിൽ വെളിച്ചപ്പാടായി പുസ്തകത്തെ അല്ലെങ്കിൽ എഴുത്തിനെ കീറി മുറിക്കുന്നൊരു കാലമാണ്. അപ്പോൾ എത്രത്തോളം ഭയാശങ്കകളില്ലാതെ എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? പുതിയ എഴുത്തുകാരിൽ അങ്ങ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ എഴുത്തുകാരെ എന്താ പറയേണ്ട, ഒരു പുതിയ വാക്കുപയോഗിക്കുകയാണെങ്കിൽ തന്തവൈബില്ലാതെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരെല്ലാം ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ വായിച്ചു തുടങ്ങിയ ചെറുകഥ, ഞാൻ ചെറുകഥയുടെ കാര്യം പറയണേ, ചെറുകഥ വായിച്ചു തുടങ്ങിയ കാലത്ത് മലയാള ചെറുകഥയിൽ ഒരു വലിയ വസന്തകാലമായിരുന്നു. ഓരോ ആഴ്ചയിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ഒരു പുതിയ എഴുത്തുകാരൻ വന്നിരുന്നു. അവരെല്ലാം വളരെ പ്രസിദ്ധരായ എം. മുകുന്ദൻ, എം. പി. നാരായണപിള്ള, മാധവിക്കുട്ടി, കാക്കനാടൻ, സക്കറിയ എന്ന് പറഞ്ഞ് ആ ഒരു വസന്തകാലം ഇല്ലെങ്കിലും ഈ പുതിയ എഴുത്തുകാർ വളരെ സജീവമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇത് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രതിഭാസമല്ല. എഴുത്തിൻ്റെ പേരിൽ കേരളത്തിലെ എല്ലാ കാലത്തും എഴുത്തുകാർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പൂഞ്ഞിക്കര റാഫിയുടെ ചില പുസ്തകങ്ങൾക്കെതിരായിട്ട് വലിയ സമരങ്ങൾ തന്നെയുണ്ട്. അദ്ദേഹം പച്ചയായിട്ട് തന്നെ പള്ളിക്കെതിരായിട്ട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഒരു എഴുത്തിൻ്റെ ഒക്യുപ്പേഷണൽ ഹസാർഡാണ്. അതിന് ഈ ഹരീഷിൻ്റെ സംഭവത്തിലുണ്ടായ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അന്ന് ശാരീരികമായിട്ട് മർദ്ദിച്ചിരുന്നു, അല്ലെങ്കിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് വലിയ അതിശക്തമായി ടെക്നോളജി കൂടി ഈ അക്രമത്തിന് കൂട്ടി നിൽക്കുന്നു. അതാണ് അന്നത്തെ കാലവും ഇന്നത്തെ കാലമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. തീർച്ചയായിട്ടും നമുക്ക് സാറ് പറഞ്ഞത് തന്നെ മുൻ തലമുറ ധൈര്യത്തോടെ എഴുതിയത് കൊണ്ടാണ് ഈ തലമുറയ്ക്ക് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം വീണ്ടും എഴുതുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ കാര്യമില്ല. ആ ഭീഷണികളെ തരണം ചെയ്യുന്ന അങ്ങനെയാണ്, ധൈര്യത്തോടെ എഴുതുക. ഇപ്പം തകഴിക്ക് നേരെ
വിഷു ഉണ്ടായിട്ടുണ്ട്, ബഷീർ നേരെ ഉണ്ടായിട്ടുണ്ട്, ഈ പൊൻകുന്നം വർക്കി പള്ളിക്കാരെ ഏറ്റവും അധികം എതിർത്തയാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനെ കണക്കിലെടുക്കാതെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. സാർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം കാതികൻ്റെ പണിപ്പുരയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാറ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒത്തിരി കഥകൾ ഇങ്ങനെ അനർഗളമായി വരുന്നുണ്ട്. അപ്പോൾ ഈ കാതികൻ്റെ പണിപ്പുരയിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ചെറുകഥയിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സാറിൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്സിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു എഡിറ്റിംഗ് വരുന്നത്, അതോ എഴുതുന്ന സമയത്ത് തന്നെ ഈ ഒരു സാധനം മൈൻഡിൽ ഉണ്ടായിട്ടാണോ ഇത് ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്? എല്ലാ എഴുത്തുകാർക്ക് ഓരോരോ പ്രത്യേക ശൈലിയുണ്ട്. ഇപ്പം ഞാൻ എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൈകൊണ്ട് എഴുതാറുള്ളൂ. കഥയാണെങ്കിൽ, ലേഖനമാണെങ്കിൽ നേരിട്ട് കമ്പ്യൂട്ടറിൽ പോകും. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ പോയിട്ട് ആദ്യത്തെ പ്രിൻ്റ് ഔട്ടുകൾക്കാണ് ഈ എഡിറ്റിങ് തുടങ്ങുക. അതാണ് എൻ്റെ ഒരു ശീലം. ചില ആൾക്കാർ ഇപ്പോൾ തകഴി 3 ആഴ്ച കൊണ്ട് കോട്ടയത്ത് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അടച്ചിരുന്ന് ചെമ്മീൻ മുഴുവൻ എഴുതി. അതിനുശേഷം അദ്ദേഹം ചെറിയ തിരുത്തൊക്കെ വരുത്തുള്ളൂ. അത് വേറൊരു ശൈലി. പല എഴുത്തുകാർക്കും പല ശൈലികളാണ്. നമുക്കൊരു പൊതുവായ നിഗമനത്തിലെത്താൻ പറ്റില്ല. ഹരീഷ്? കഥ എൻ്റെ അഭിപ്രായത്തിൽ പലവട്ടം തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്, പലവട്ടം എഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. ആദ്യ സമയത്ത് എനിക്ക് ആ ബോധ്യം പലപ്പോഴും ഇല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പിൽക്കാലത്ത് ഞാൻ വായിച്ചു തോന്നുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നിയ സന്ദർഭങ്ങളുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നന്നായിട്ട് എഡിറ്റിംഗ് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കഥ. കഥയും നോവലുമൊക്കെ എഡിറ്റിംഗ് ആവശ്യപ്പെടുന്നതാണ്. എഡിറ്റിങ്ങിനാണ് ഒരു പക്ഷേ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും നോവലൊക്കെ എഴുതുന്ന സമയത്ത്, നോവൽ എഴുതുന്ന സമയത്ത് വളരെ ആശങ്കയിലും വിഷമത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെയാണ് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുമോ, ഇത് എങ്ങനെ കരയ്ക്ക് നീന്തി കയറാൻ പറ്റുമെന്നുള്ള ആശങ്കയുണ്ട്. അത് നീന്തി കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാനുള്ള പണി കുറച്ച് രസകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എഡിറ്റിംഗ് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സാറ് വളരെ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് സംഘാടകരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, അടുത്ത KLF മുതലെങ്കിലും വലിയ എഴുത്തുകാരോട് നമ്മൾ സംവദിക്കുമ്പോൾ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. വേദി വാക്കിൽ അവസാനിക്കുന്നു. കഥയുടെ രസവിദ്യ പങ്കെടുത്തവർ NS മാധവൻ, S ഹരീഷ് എന്നിവർക്ക് നന്ദി.